പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ വൈദേഹി കുട്ടി എത്തുന്നു. വെൽക്കം വൈദേഹി ഓൺ സ്റ്റേജ്. ഹലോ. ഓ, തുള്ളി തുള്ളിയാ വരുന്നത്. ആരാ മനസ്സിലാവുന്നില്ല? എനിക്ക് മനസ്സിലായില്ല. ഇത് ആരത്? എനിക്ക് മനസ്സിലായില്ല. മറ്റേ ഞാൻ തേടി വരും കണ്ണുകളിൽ ആ പാട്ട് പാടിയേ അതുപോലെ ഉണ്ടല്ലേ? അതുപോലുണ്ട്. പക്ഷെ ഹെയർ സ്റ്റൈല് മാറി, അതെ, ഡ്രസ്സിന്റെ പാറ്റേൺ മാറി, അതെ, എല്ലാം മാറുക. മൊത്തത്തിൽ ആൾ മാറാട്ടോ. മാറ്റാണല്ലോ. അതെ. ഇതാണോ വെണ്ണ തോൽക്കും ഉടലോടെ? അതാണ് ഇത്. ചന്ദനത്തിൽ കടഞ്ഞെടുത്ത സുന്ദരി ശില്പം. ഇത് പാട്ടാ പാടുന്നേ? അതല്ലേ? അതല്ലെന്ന്. അച്ഛന്റെ മോളാരോ അതല്ലേ? അതായിരുന്നു. ഇതായിരുന്നു അല്ലേ? ഇതാണോ? പിന്നെ അതാണ് കറക്റ്റ് ആൻസർ. അതേതാണ്? ഈ പാട്ടാണല്ലേ? ഞാൻ കുറച്ചൊരു നീല. മക്കളെ, എന്തുണ്ട് വിശേഷം? ഞാൻ അച്ഛന്റെ ഓഫീസിൽ പോയി. അയ്യോ, അതെവിടെയാണത്? അച്ഛന്റെ ഓഫീസ് കണ്ണൂരല്ല, കാസർഗോഡ്. ഓഫീസിൽ പോയി ഒന്നുമില്ല, അവിടെ കൂടെ പോയതാ. എനിക്ക് 3 പാട്ടും പാടി 3 അനുമോദനവും കിട്ടി. ഓരോ പാട്ടിനും ഓരോ അനുമോദനം. 3 അനുമോദനം കവറിലിട്ടാണോ തന്നത്? കവറിലല്ല, ഒന്ന് എന്റെ ചേച്ചിക്ക്, ഒന്ന് എനിക്ക്, ഒന്ന് ട്രോഫി. അവിടുന്ന് കിട്ടിയ ഡ്രസ് തന്നെ. വെറുതെ അല്ല. വെരി ഗുഡ്. അച്ഛൻ PSC ഓഫീസിലല്ലേ വർക്ക് ചെയ്യുന്നത് അല്ലേ? അവിടെ എല്ലാവർക്കും വലിയ ഹായ്. അച്ഛാ, നമ്മളെയൊക്കെ കേട്ടോ ഒരു 2-3 അനുമോദനം തരാം. ഡീറ്റെയിൽ പറ. സിനിമ കങ്കാരു, പിന്നെ എഴുതിയത് ബിജു കൈപ്പറേടൻ സാർ, പിന്നെ സംഗീതം സജീറാം സാർ, പിന്നെ പാടിയത് യേശുദാസ് അങ്കിൾ, പിന്നെ വർഷം 2007. വെരി ഗുഡ്. മധു അങ്കിൾ ഓസ്ട്രേലിയ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. കങ്കാരുവിനെ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടോ? കങ്കാരുവിനെ ഞാൻ തിന്നു. ഓ, ക്രൂരനാണല്ലോ. ഇവിടെ കങ്കാരുന്റെ വംശം ഇല്ല. നശിച്ചു. അപ്പൊ നമുക്കൊന്ന് തുടങ്ങിയാലോ? ഓൾ ദി ബെസ്റ്റ് മോളെ. തകർക്കണേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
വൈദേഹി കുട്ടി എല്ലാരും എണീറ്റ് നിന്ന് കൈ അടിച്ചൂല, സന്തോഷായോ? മക്കൾ മേളിൽ പോയി എല്ലായിടത്തും പറയണം അതെ, ഇങ്ങനെ ഒരു സംഭവം നടന്നു. ഏഞ്ചൽസിന്റെ അടുത്ത് എല്ലായിടത്തും പറയണം. അതെ. എന്നിട്ട് അവരിവിടെ വന്ന് പാട്ടൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് എണ്ണിക്കാത്ത ഞങ്ങളെ ചോദിച്ച് പേടിപ്പിച്ച് വിരട്ടി അടിയൊക്കെ തന്ന് വിടും. മക്കളെ അസാധ്യമായിട്ട് പാടി. താങ്ക് യു. ഒന്നാമത്തെ കാര്യം മോളെ സെലക്ഷൻ. മോള് സെലക്ട് ചെയ്ത പാട്ട് ബ്യൂട്ടിഫുൾ സോങ്. ഒരു താരാട്ട് പാട്ടാണെങ്കിൽ അതിനൊരു ഭംഗിയുണ്ട് ആ പാട്ട്, അതിന്റെ ഓർക്കസ്ട്രേഷനും വരികളും. പിന്നെ പറയണോ ദാസേട്ടൻ പാടുമ്പോഴത്തേക്ക് അതിന് ഉണ്ടാകുന്നൊരു സുഖം. മോള് നല്ല മനോഹരമായിട്ട് പാടി. അതുകൊണ്ടാണ് ഞങ്ങൾ എണ്ണീറ്റത്. ഇല്ലെങ്കിൽ എണ്ണീക്കുവോ? ഞങ്ങൾ കല്ല് പോലും ഇടിക്കും. ഇവിടെ കംപ്ലീറ്റ് ഫെവിക്കോളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അഥവാ അങ്ങനെ റിമിക്കുമല്ലോ എണ്ണിക്കേണ്ടി വന്നു കഴിഞ്ഞ് തേച്ച് വെച്ചു. എണ്ണിക്ക് അങ്ങനെ വരത്തേ ഉള്ളൂ, എണീക്കാൻ പറ്റത്തില്ല. ആസലായിട്ട് പാടി മോളെ, ഒന്നും പറയാനില്ല. മധു ഞങ്ങൾ പാടിക്കൊണ്ടെന്നാ പറഞ്ഞു. കാരണം വേറൊന്നുമല്ല, കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് നോട്ട്സിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് ഇപ്പൊ. അതെ അതെ. അത് മോള് നല്ല വൃത്തിയായിട്ട് ട്രാവൽ നന്നായിരുന്നു കേട്ടോ. ചക്കരക്കുട്ടി താങ്ക് യു. വൈദേഹി കുട്ടി, എന്തോ? അപ്പൊ പാട്ട് അടിപൊളിയായിട്ട് പാടി. അതല്ലേ ഞങ്ങൾ എല്ലാരും എഴുന്നേറ്റ് നിന്നേ. സാധാരണ ഞങ്ങളുടെ രോമല്ലേ എഴുന്നേൽക്കാവുള്ളൂ. ഞങ്ങള് തന്നെ എഴുന്നേറ്റ് പോയി കേട്ടോ. മിടുക്കിയായിട്ട് പാടി. ആ അനുപല്ലവിയുടെയും ചരണത്തിന്റെ എൻഡിലെ പോർഷൻ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് നോട്ട്സ് വരുന്നുണ്ട് അതിൽ. അതൊക്കെ മോള് കറക്റ്റ് ആയിട്ട് പാടി. പിന്നെ ആ സംഗതികള്, അമ്മയും ഞാൻ, അച്ഛനും ഞാൻ, കൺമണി, നീയൻ, നിധി എന്നുള്ളൊരു ചെറിയ സംഗതി മോള് നല്ല ലയിച്ച് പാടിയെന്ന്. അതെ, ഉഗ്രനായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് പാടി. വെരി ഗുഡ്. താങ്ക് യു വൈദേഹി കുട്ടി, താങ്ക് യു. അപ്പൊ തിരിച്ചെന്ത് പറയും? ഇത് കൊടുത്തേക്കുന്ന ഫീൽ നോക്കിയേ അല്ലേ? അപ്പം ഈ പാട്ടും അതുപോലെ അതെന്ത് ഫീല് കൊടുത്താ പാടെ. വൈദേഹി കുട്ടി ഫീലിന്റെ രാജകുമാരിയാ, നമുക്കറിയാം. തേടി വരും കണ്ണുകളിൽ ഒരൊറ്റ പാട്ടിലൂടെ നമ്മുടെ അങ്ങനെ ആളാണ്. അതൊക്കെ വലിയൊരു ദൈവാനുഗ്രഹം കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ചക്രക്കുട്ടി, കലക്കി. സോ ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ കുബരേ. എനിക്കൊരു കാര്യം പറയാൻ. എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെ സഹായിക്കണം? സഹായിക്കാനാണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്ന് സഹായിക്കുക. രണ്ട് കോടീശ്വരന്മാരപ്പുറത്തും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അപ്പം അല്ല, എന്താ സഹായം അറിയത്തില്ലല്ലോ. അല്ല, കൊച്ചു പൈസ അല്ല ചോദിച്ചത്. അതിന് ചാടിക്കരുത് ടെൻഷനായിട്ട്. എന്താണ് സഹായം? എന്താ കുഞ്ഞിന് സഹായം? സഹായോ? അമ്മ എന്നെ വെറുതെ അടിക്കും. ഓ, അത് ശരി. ചെറിയ കുരുത്തക്കേട് വെച്ചാലും അടിക്കും. എന്തൊക്കെ കുരുത്തക്കേട കാണിക്കാറുള്ളത്? നടന്നോണ്ട് വെള്ളം കുടിക്കുമ്പോ മറിയും. ഓ, ചീത്ത. ചെറിയ കുരുത്തക്കേട്. അത് ശരിയാ. നടന്നോണ്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ശിരസിൽ കയറും. തലേ കയറിയ ശ്വാസം അങ്ങനെയായി പോകും. പിന്നെ വെള്ളം എടുത്തിട്ട് നടന്നു വന്നിട്ട് സീറ്റിൽ ഇരിക്കുമ്പോ ഓ, അത് താഴത്തേക്ക് വീഴുന്ന ഓർത്തിട്ടായിരിക്കും. ആ, തുളുമ്പി പോകുന്ന ഓർത്തിട്ട് അതിന് വരെ അടി. അല്ല, അതിന് പിച്ച്. പിന്നെ അതിനും അടുത്തത് ഇനിയിപ്പം എന്താ സഹായം ചെയ്യാൻ പറ്റുന്നത്? എന്തെങ്കിലും പറഞ്ഞാൽ അമ്മ തല്ലൂല. അന്ന ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം അമ്മേനെ. അമ്മയുടെ പേരുടെ അമ്മയുടെ പേര് രഞ്ജി. അമ്മ ക്ലാസ്സിൽ എണീറ്റിരിക്കുക. പേര് രഞ്ജിനി. പണിഷ്മെന്റ് വയസ്സ് എനിക്ക് കോടതിയാ. എനിക്കറിയൂല. ഒരു 35. ഓക്കെ. നക്ഷത്രം എണീറ്റെന്നോ? നക്ഷത്രം വേണോ? പറയൂ. ആയില്യം. പ്രശ്നമാണ്. പോലീസ് ഒന്നും പിടിച്ച് കൊണ്ടുപോയിക്കല്ലേ. അതെ, അതിന് വേണ്ടിട്ടായിരുന്നു എഴുതിക്കൊണ്ടിരിക്കണേ. പേടിപ്പിച്ചു വിട്ടാ മതി. ഞാനിപ്പോ ഇതെല്ലാം എഴുതാൻ പോണേ. രഞ്ജിനി, വയസ്സ് 35, ആയില്യം നക്ഷത്രം. ഇതിനകത്ത് ഞാൻ ഒരു പരിപാടി ചെയ്തേക്കാം. പിന്നെ സുന്ദരി. മോളെ തൊടത്തില്ല. സുന്ദരി അതുകൂടെ എഴുതിയാരെ. എന്താണ്? സുന്ദരിയായ യുവതി. സുന്ദരി വിവാഹിത. അച്ഛന്റെ പേരെന്താ മോളെ? അച്ഛന്റെ പേര് വിനോദ്. അല്ല, പോലീസിൽ ഒന്നും കൊടുക്കണ്ട ചേട്ടാ. പോലീസിൽ ഇല്ല, ഇത് ഞാനൊരു സാധനം ചെയ്തിട്ട് മോക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഈ പഴത്തില് കൊടുത്താ മതി അമ്മ. അത് കൊടുത്താ മതി. പിന്നെ അമ്മ അടിക്കത്തുമില്ല. സ്നേഹമായിരിക്കും അല്ലേ? ഭയങ്കര സ്നേഹമായിരിക്കും. മോള് എന്ത് വേണേ വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. അവളുടെ സന്തോഷം. അത് മതിയാ? അങ്ങനെ മതിയാ? അതെയല്ലേ? റെഡി ആയി തരാം. ഓക്കെ, കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതി. ഈ പഴത്തിൽ കുറച്ച് നേരം വേണം. അപ്പൊ വിട്ടേക്കാം അല്ലേ? അതെ, ഇനി പഴം കൊടുത്തു വിടാം. അല്ല, ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ശരിയാവും. ഇതിനകത്ത് ഞാനിപ്പം ഈ നക്ഷത്രം എല്ലാം കൂടെ കയറ്റി
രണ്ടു നേരം കൊടുത്താൽ മതി അല്ലേ? വേണ്ട, ഒറ്റപ്പഴം, ഓ. ഒറ്റപ്പഴം. Strong ആ. മറ്റവർക്ക് പല്ല് വന്ന് അങ്ങനെ ഓറഞ്ച്. ഒറ്റക്കടി. ആ ആഹാ. നോക്കിയല്ലേ കുഞ്ഞ്? അപ്പൊ ധൈര്യമായിട്ട് വെക്കാം മോളെ. ഓക്കെ അല്ലേ? ആ പഴം മേടിച്ചോണ്ട് പോക്കോ. ടാറ്റാ. അല്ല, പഴം ആയില്ല. ആയില്ല. ഓ പൂജ മന്ത്രമൊക്കെ ജപിച്ച് റെഡിയാക്കണം. ഓക്കെ ഓക്കെ, എന്നാ പോണ്ട കേട്ടോ, അടുത്തോട് പോണ്ട. ചേട്ടാ ഇതുവഴി പൊക്കോ കുഞ്ഞ്, അടുത്തോട് പോണ്ട.